ചേച്ചി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും പ്രതിസന്ധിയാണെന്ന് പറയേണ്ടി വരും. കാര്യം LDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ പിണറായി വിജയൻ അപ്പുറത്തേക്ക് ഒരു പേര് അവർക്ക് പറയാനില്ല. അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവുകയാണ് എങ്കിൽ അല്ലെങ്കിൽ LDF അധികാരത്തിൽ വന്നാൽ ഒരേ ഒരു പേരേ ഉള്ളൂ, അത് പിണറായി വിജയന്റേതാണ്. മറിച്ച് UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അധികാരത്തിൽ വരുമോ? കാര്യം കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി അധികാരത്തിൽ വരുമോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല. കാര്യം തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നാൽ മാത്രമേ ആരായിരിക്കും വിജയിക്കുക അല്ലെങ്കിൽ ആർക്കാണ് ഏത് മുന്നണിക്കാണ് അധികാരം കിട്ടുക എന്ന് പോലും അറിയാൻ കഴിയും. ആ ഒരു സാഹചര്യത്തിലും പരസ്പരം ആര് മുഖ്യമന്ത്രി ആകണം എന്നുള്ള ചർച്ചകളും അതിന് തമ്മിലുള്ള തർക്കവുമാണ് നടക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾ ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ LDF പറയുന്ന പോലെ ആയിരുന്നില്ല ഭരണവിരുദ്ധ വികാരം. ശരിക്കും പറഞ്ഞാൽ ജനങ്ങളാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പലരും വിലയിരുത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ പറയുമായിരുന്നു, എന്തായാലും കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു മനസ്സല്ല ഉള്ളത് എങ്കിലും ഭരണത്തിനോടുള്ള ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ശക്തമായുണ്ട്. 10 വർഷം കൊണ്ട് സഹികെട്ട ജനവിഭാഗമായിരുന്നു ഈ കേരളത്തിലുണ്ടായിരുന്നത്. അപ്പോ ഈ CPM അനുകൂലികളായിട്ടുള്ളവർ വന്ന് പലരും പറയാറുള്ളത് ഇവിടെ എന്തിന്റെ കുറവാണ് എന്ന് എണ്ണി ചോദിക്കാറുണ്ട്. പക്ഷെ അതെല്ലാം വെറും ക്യാപ്സ്യൂളുകൾ മാത്രമായിരുന്നു. കേരളം എന്തെല്ലാം നേരിട്ടു എന്നുള്ളതാ. കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം സേഫ് ആണെന്ന് പൊതുവെ പറയുമെങ്കിലും അവിടെ പോലും പല സ്ഥാപനങ്ങളിലും ഈ ഇടതനുകൂല സംഘടനകളിലല്ലാതെ പ്രവർത്തിക്കുന്ന പല ജീവനക്കാരും വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥർ പോലും ഈ കഴിഞ്ഞ കാലം അത്രയും ജീവിച്ചിരുന്നത് എന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. എന്നാൽ ആ ഭരണവിരുദ്ധ വികാരമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അതിന്റെ എത്രത്തോളം അതിന്റെ ഔട്ട്പുട്ട് ഉണ്ട് എന്നറിയാൻ നമ്മൾ മെയ് 4 വരെ കാത്തിരിക്കേണ്ടതുണ്ട്. എന്നാലും പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള കോൺഗ്രസിലെ ഈ പടപ്പുറപ്പാട് എന്ന് തന്നെ പറയാം, അത് ഈ കേരളത്തിലെ ജനങ്ങളെ എല്ലാം തന്നെ ആകെ നിരാശരാക്കിയിരിക്കുകയാണ്. അവർ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ UDF ഭരണമെന്ന് ആഗ്രഹിച്ച് എന്തായാലും ഒരു വലിയ വിഭാഗം എന്തായാലും ആഗ്രഹിച്ചവരുണ്ട്. ആ വോട്ട് ചെയ്തവരുടെ മുഖത്ത് നോക്കി കാർക്കിച്ചു തുപ്പുന്നതിന് തുല്യമാണ് ഇപ്പോൾ നടക്കുന്ന ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായ പ്രകടനങ്ങൾ. അല്ല, ആദ്യമൊക്കെ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ കോൺഗ്രസിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇതിപ്പോ എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് കിട്ടാനുള്ള വോട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യമാണ്. തെരഞ്ഞെടുപ്പിന് മുന്നേ ആയിരുന്നു ഈ അടിയെങ്കിൽ കിട്ടാനുള്ള വോട്ടുകൾ പോലും കിട്ടാനുള്ള സാധ്യതയില്ല. രമേശ് ചെന്നിത്തല തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാധാരണക്കാരായ ഒരുപാട് ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് ഒരുമിച്ച് നിന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ബോധം ഇവർക്ക് ഇല്ലാതെ പോയെന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഇത്രയും തർക്കങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ നടക്കുമ്പോഴും രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ ആ ഒരു പക്വത, ഇത്രയും കാലത്തെ ആ ഒരു എക്സ്പീരിയൻസിന്റെ ആയിരിക്കാം അദ്ദേഹം പ്രതികരിച്ച ഒരു പക്വത, അത് കാണിക്കാൻ പല നേതാക്കന്മാരും മനസ്സ് കാണിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അല്ല, ചെന്നിത്തല ഒരു വിഷയത്തിൽ ആദ്യം 2 പേരായിരുന്നല്ലോ, VD സതീശൻ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ സംസാരിച്ചപ്പോൾ പലരോടും പറഞ്ഞിട്ടുണ്ട്, മൂന്നാമത് ഈ 2 പേര് വെട്ടി മറ്റൊരാൾ വന്നാലും അതിശയിക്കാനില്ല. കാര്യം പാർട്ടി കോൺഗ്രസ് ആണ്, എന്തും നടക്കാം. ഇപ്പൊ KC വേണുഗോപാൽ അല്ല, K മുരളീധരൻ പോലും പരിഗണിക്കപ്പെട്ടാൽ നമുക്ക് അതിശയിക്കാനൊന്നുമില്ല. കാര്യം കോൺഗ്രസ് ആണ് തീരുമാനമെടുക്കുന്നത്, ഹൈക്കമാൻഡ് ആണെന്നൊക്കെ പറയുമ്പോൾ പോലും ഇങ്ങനെ പല ട്വിസ്റ്റുകൾ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പോലും എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തല വലിയ രീതിയിലൊന്നും പ്രതികരിച്ചിട്ടില്ല ഈ വിഷയത്തോട്. മുഖ്യമന്ത്രി ആകാനുള്ള താല്പര്യം ഇപ്പൊ എനിക്കൊന്ന് എല്ലാ പാർട്ടിക്കാർക്കും ഉണ്ടാകും. അതിപ്പോ ഏതൊരു സാധാരണ വാർഡ് മെമ്പർ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ അവരെല്ലാം ആഗ്രഹിക്കുന്ന കാര്യമാണ് ഏറ്റവും ഉയർന്ന, നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തുക എന്ന് പറയുന്നത്. പക്ഷെ രമേശ് ചെന്നിത്തല എടുത്തൊരു നിലപാടുണ്ട്. പലപ്പോഴും മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, എറണാകുളത്ത് നിന്നായിരിക്കുമോ ആലപ്പുഴയിൽ നിന്നായിരിക്കുമോ മുഖ്യമന്ത്രി ഉണ്ടാകുക, കേരളത്തിൽ നിന്നായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ഇത്രയും ചർച്ചകൾ നടക്കുമ്പോൾ പോലും മാക്സിമം വിവാദങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കാൻ രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നുണ്ട്. ആ ഒരു വിഷയത്തെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ചെന്നിത്തലക്കറിയാം. ചേച്ചി പറഞ്ഞതുപോലെ എക്സ്പീരിയൻസ് ആയിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ VD സതീശനെ എടുത്താലും KC വേണുഗോപാലിനെ എടുത്താലും ഈ കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാലം തന്നെയായിരുന്നു. ആദ്യത്തെ 5 വർഷം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയും ഈ കഴിഞ്ഞ 5 വർഷം VD സതീശനും അവർ നല്ല രീതിയിൽ, അതായത് കൃത്യമായി ഈ LDF സർക്കാരിനെ വിമർശിക്കേണ്ടടുത്ത് തെളിവ് സഹിതം, ശരിക്കും പറഞ്ഞാൽ LDF സർക്കാരിനെ വിറപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ 2 പ്രതിപക്ഷ നേതാക്കന്മാരും ഇവിടെ നിലനിന്നിരുന്നത്. അപ്പോ അവരിൽ 2 പേരിൽ ആര് എന്ന ഒരു ചോദ്യത്തിന് അപ്പുറത്തേക്ക് ഇപ്പോഴൊരു കെട്ടിയിറക്കൽ വരുന്നു, അത് ചർച്ചയിലായിട്ടുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ വലിയ കളികളുണ്ട്. ഇത് ഈ കോൺഗ്രസ് പാർട്ടിയെ ഇല്ലാതാക്കും, നശിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇലക്ഷന് മുന്നേ പറഞ്ഞിരുന്നത്, ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നില്ല എങ്കിൽ പിന്നെ കേരളത്തിൽ കോൺഗ്രസിനെ മഷിയിട്ട് നോക്കിയാൽ കിട്ടില്ല, കോൺഗ്രസിന്റെ അന്ത്യമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴത് മാറ്റി പറയേണ്ടി വരുന്നുണ്ട്. അധികാരം കിട്ടിയില്ലെങ്കിൽ പ്രതിപക്ഷത്തിരുന്ന് എന്തെങ്കിലും പറഞ്ഞെങ്കിലും അവിടെ ഇരുന്നോളും. പക്ഷെ അധികാരം കിട്ടിയാൽ
6 മാസത്തിനുള്ളിൽ തന്നെ കോൺഗ്രസ് പാർട്ടി തന്നെ ഇല്ലാതാവേണ്ട ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ജനം പൊതുവെ ഈ പൊതുജനം ഈ കോൺഗ്രസിനെ അങ്ങേയറ്റം വെറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ കോൺഗ്രസ് നേതാക്കൾ ഈ പാർട്ടിയെ കൊണ്ടെത്തിക്കും. ചേച്ചി, അല്ല, ഞാൻ പറയുന്നത് ഒരു മുഖ്യമന്ത്രി എന്തായാലും വേണം. UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ കോൺഗ്രസും തന്നെയായിരിക്കും മുഖ്യമന്ത്രി. അതിൽ യാതൊരു സംശയം ആർക്കും ഉള്ള കാര്യമല്ല. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നിട്ടില്ല. കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരുന്ന ഒരു പാർട്ടിയാണ്. ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിൽ വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ പറയുന്ന ഈ കാണിക്കുന്ന തർക്കങ്ങളും ഇതും ജനങ്ങളിൽ നിന്ന് ഒരുപാട് പാർട്ടിയെ അകറ്റും. പാർട്ടി സാധാരണക്കാരായ നമ്മൾ എപ്പോഴും സംസാരിക്കാൻ പറയുന്നതാണ്, നിഷ്പക്ഷരുടെ മനസ്സ് എപ്പോഴും കോൺഗ്രസിനൊപ്പമാണ്. അത് കോൺഗ്രസ്സുകാരായിട്ടാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചു പിടിച്ച ഒരു സമയമായിരുന്നു തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, അല്ലെ? അത് ആ കോൺഗ്രസ്സുകാരായിട്ടുള്ള അല്ലെങ്കിൽ നിഷ്പക്ഷരെല്ലാം കോൺഗ്രസിന് വോട്ട് ചെയ്ത സമയമാണ്. അതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ പോളിംഗ് ശതമാനമൊക്കെ വെച്ച് കോൺഗ്രസ് ഭയങ്കര ആത്മവിശ്വാസത്തിലാണ്, അല്ലെങ്കിൽ UDF ഭയങ്കര ആത്മവിശ്വാസത്തിലാണ്. ഈ ആത്മവിശ്വാസത്തിൽ നിൽക്കുമ്പോഴും ഈ തമ്മിത്തൽ ഒരിക്കലും UDFനും കോൺഗ്രസിനും നല്ലത് ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിപ്പോ ജയിച്ചു കഴിഞ്ഞിട്ടാണല്ലോ മുഖ്യമന്ത്രിയാണ്, അല്ലെ? ഇത്രത്തോളം ചർച്ചകൾ ചെയ്യേണ്ട തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ ഒന്ന് ക്ഷമിക്കാനുള്ള ആ ഒരു മനസ്സ് പോലും ഇല്ലാത്ത നേതാക്കന്മാരാണ് ഇവിടെ ഉള്ളത്. ഇപ്പോ K. സുധാകരൻ കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവ് തന്നെയാണ്. ആയ കാലത്ത് അദ്ദേഹം ഗർജിക്കുന്ന സിംഹം തന്നെയായിരുന്നു. എല്ലാം ശരി, സമ്മതിച്ചു. പക്ഷെ എന്ന് പറഞ്ഞ് ആ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് MP മാർ മത്സരിക്കേണ്ട എന്ന തീരുമാനം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഒക്കെ പെട്ടെന്നുണ്ടായ ആ ഒരു ഇതായിട്ട് കരുതാം. പക്ഷെ വീണ്ടും എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരാളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യുന്നത് അത് തെറ്റായ ഒരു കാര്യം തന്നെയാണ്. അതിനകത്ത് മറ്റൊരു വശം ഉണ്ടല്ലോ. ഇതിനു മുൻപ് രമേശ് ചെന്നിത്തലയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ ആളാണ് മുഖ്യമന്ത്രി, അല്ലെങ്കിൽ UDF അധികാരത്തിൽ വന്ന് കോൺഗ്രസിലെ മുഖ്യമന്ത്രി ഉണ്ടാകുക, ചെന്നിത്തല മുഖ്യമന്ത്രിയാകണം, മറിച്ച് അധികാരത്തിൽ വന്നില്ലെങ്കിൽ വനവാസത്തിന് VD സതീശൻ പോകണമെന്ന് പറഞ്ഞ ആളാണ്. ഒറ്റയടിക്ക് എല്ലാം മാറ്റി പറയുകയാണ്. പിന്നെ MP മാര് മത്സരിക്കേണ്ട എന്നൊരു നിലപാട് ആദ്യമേ എടുത്തിരുന്നല്ലോ. അങ്ങനെയാണ് എങ്കിൽ നിലവിലെ MP ആയിട്ടുള്ള UDF അധികാരത്തിൽ വന്ന് കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുകയാണ് എങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനാവുക? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ. മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യത അദ്ദേഹം കാണുന്നത് എങ്ങനെയായിരിക്കും? 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു സേഫ് ആയ ഒരു മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ജയിച്ചാൽ മതി എന്നുള്ളതായിരിക്കാം. പക്ഷേ വിശ്വസിക്കുന്നുണ്ടോ അദ്ദേഹം ജയിക്കുമെന്ന്? ഇനി എത്ര സാധ്യതയുള്ള മണ്ഡലത്തിൽ പോയാലും ഈ തമ്മിത്തല്ലുന്ന, അതായത് കാലുവാരുന്ന കോൺഗ്രസിന്റെ ഈ ഒരു രാഷ്ട്രീയത്തെ കേരളത്തിലെ ജനങ്ങൾ വെറുക്കും. അതിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കും ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്ന് അതിലിപ്പോ KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആവുകയും അത് കഴിഞ്ഞ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്താൽ ഉറപ്പായിട്ടും അദ്ദേഹം തോക്കുമെന്ന കാര്യത്തിൽ തോൽപ്പിക്കും. പാർട്ടിക്കാരെന്നല്ല, പാർട്ടിക്കാരല്ല, ജനം ഇതെല്ലാം കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. നമ്മൾ പറയുന്ന പോലെ നിഷ്പക്ഷരായ ജനമാണ് എന്നും കോൺഗ്രസിനെ ജയിപ്പിക്കുന്നത്. ആ നിഷ്പക്ഷരായ ജനങ്ങൾ കോൺഗ്രസിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയത്? ഒന്നിച്ചു നിന്ന UDF ഒറ്റക്കെട്ടായി നിന്നത് കൊണ്ടാണ്, ഐക്യ ജനാധിപത്യ മുന്നണി ആയതുകൊണ്ടാണ്. അല്ലാതെ തമ്മിത്തല്ലുന്ന ഒരു കോൺഗ്രസിനെ ആൾക്കാർക്ക് വേണ്ട. അത് അവർ ആ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കൃത്യമായി മറുപടി കൊടുക്കുകയും ചെയ്യും.